എല്ലാവർക്കും നമസ്കാരം. രമ്യാസ് മാജിക് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രെഡ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. പിന്നീട് അതിനെ നമ്മൾ ബർഗറായിട്ട് സെറ്റ് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ബണ്ണ് തയ്യാറാക്കുന്നത് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി ബണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബണ്ണ്. അതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ മൈദ വെച്ചിട്ടല്ല ബണ്ണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഗോതമ്പ് പൊടി യൂസ് ചെയ്ത് നല്ല ഒരു ബണ്ണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് അതിന് ആദ്യമായിട്ട് വേണ്ടത് ഇളം ചൂടുള്ള പാല്, അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇടുക. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് നമുക്ക് 10 മിനിറ്റ് പുളിപ്പിക്കാൻ വെക്കണം. ആക്ടിവേറ്റ് ആവാൻ അടച്ചു വെക്കുക. അതിലേക്ക് നമ്മൾ ഇത് 300 ഗ്രാം ഗോതമ്പ് പൊടിയാണ്. അതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി. അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഇച്ചിരി മധുരമുള്ള ബണ്ണ് എടുക്കാം. അപ്പം 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്തു. അത് അധികം മധുരമല്ല, ഇച്ചിരി കൂടെ മധുരം വേണമെങ്കിൽ നമുക്ക് 1 സ്പൂൺ കൂടെ ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി യോജിപ്പിക്കും. ഇപ്പം നമ്മളുടെ ഈസ്റ്റ് നല്ലതായിട്ട് ആക്ടിവേറ്റ് ആയി പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇതൊഴിച്ച് വേണം നമ്മൾ ആട്ട കുഴയ്ക്കാൻ. നമ്മളിതങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് പെതുക്കെ കുഴക്കണം. അപ്പം നമ്മുടെ മൈദ കുഴയ്ക്കുന്നതിനെക്കാട്ട് ഇച്ചിരി കൂടെ സ്റ്റിക്കിയാണ്, ഒട്ടിപ്പിടിക്കും നമ്മൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടിയല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം നന്നായിട്ട് കുഴയ്ക്കുക. അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളമയം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് പാലൂടെ, അതായത് അത് ഇളം ചൂടുള്ള പാലായിരിക്കണം. പാലുപയോഗിച്ച് നമുക്കിതിനെ മുഴുവനായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് ഒരു 10 മിനിറ്റോളം നന്നായി കുഴക്കണം. അങ്ങനെ ഇത്രയും കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിന്നെ 10 മിനിറ്റിന് ശേഷം കുഴച്ചാൽ മതി. അങ്ങനെ 10 മിനിറ്റിന് ശേഷം ഒരു ശകലം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ നമ്മുടെ ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതിയാവും. അങ്ങനെ അതുപയോഗിച്ച് നമ്മൾ വീണ്ടും നല്ലതായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് നന്നായിട്ട് കുഴയ്ക്കണം. എങ്ങനെ വേണമെങ്കിലും ഒരു 10 മിനിറ്റ് നല്ല വൃത്തിക്ക് കുഴയ്ക്കണം. കുഴയ്ക്കുന്നതിനകത്താണ് ഇതിനൊരു പെർഫെക്ഷൻ ഇരിക്കുന്നത്. നന്നായിട്ട് കുഴയ്ക്കുക. എങ്ങനെ വേണമെങ്കിലും ടേബിൾ ടോപ്പിലിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് വലിച്ച് നീട്ടി കുഴയ്ക്കാം, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ഇതുപോലെ കുഴയ്ക്കാം. അപ്പോഴെല്ലാം ഒട്ടിപ്പിടിക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ശകലം സൺഫ്ലവർ ഓയിൽ കയ്യിൽ തടവാം. അങ്ങനെ നമ്മൾ നല്ല വൃത്തിക്ക് കുഴച്ചെടുത്ത മാവിനെ കൊണ്ടുവന്നു. ഇതിനെ നമുക്കിനി ഒരു 1-1.5 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. ഇച്ചിരി ഈസ്റ്റ് കൂടുതലിട്ടാണെങ്കിൽ നമ്മുടെ റെസ്റ്റിംഗ് ടൈം കുറയ്ക്കാം. എന്നാലും ഈസ്റ്റൊക്കെ ഒത്തിരി ഉപയോഗിക്കേണ്ട, കുറച്ച് ഉപയോഗിച്ച് നമ്മൾ റെസ്റ്റിംഗ് ടൈം കൂടുതൽ കൊടുത്താൽ മതി. ഇനി ഇതിനെ നമുക്ക് കവർ ചെയ്ത് വെക്കാം. നല്ല നനഞ്ഞ തുണി വെച്ചും കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും കവർ ചെയ്യാം. കണ്ടോ, 1.5 മണിക്കൂറിന് ശേഷം നമ്മളുടെ മാവ് കണ്ടില്ലേ, ഇരട്ടിയായി വന്നിരിക്കുന്നു. നമ്മളുടെ മാവ് ഇരട്ടിയായി വന്നിരിക്കുന്നു. നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് ഇതിനെ നമുക്കിനി ബണ്ണിൻ്റെ രൂപത്തിലേക്കാക്കി കൊണ്ടുവരണം. അപ്പം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ടേബിൾ ടോപ്പിൽ ഇട്ടേച്ച് ഇതുപോലെ ഇച്ചിരി പൊടി വിതറി നമ്മളിതിനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കാൻ പോവാം. എന്നുവെച്ചാൽ അത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. ഇതിപ്പോൾ ഒരു 300 ഗ്രാം ആട്ടപ്പൊടിയുടെ മെഷറാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പം എനിക്ക് ഇവിടെ ഒരു എത്ര ബൺ കട്ട് ചെയ്യാം നോക്കാം, എത്ര ബോൾസ് വരും എന്ന് നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാം. ഓക്കെ, കണ്ടോ, 6 ബോൾസ് എനിക്ക് കിട്ടി. ഈ ബോൾസിനെ ഓരോന്നായി നമ്മൾ ഇതുപോലെ ഇങ്ങനെ തള്ളവരലിൻ്റെയും ചൂടുവരലിൻ്റെയും ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ എടുത്ത് ബോൾസാക്കി
നമ്മൾ കേക്ക് ചെയ്യാൻ ഉപയോഗിച്ച ബേക്കിംഗ് ട്രേയിലാണ് ബൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബോൾസ് എല്ലാം നമ്മൾ ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ബോൾസാണ് ഈ കാണുന്നത്. ഇനി അരമണിക്കൂറിന് ശേഷം കണ്ട നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കുറച്ച് പാല് നമ്മൾ ബ്രെഡിന് ചെയ്തില്ലായിരുന്നു പാല്, അതുപോലെ പാല്, പിന്നെ കുറച്ച് ബട്ടറും ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുമ്പ് നമ്മൾ ഓവൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 2 ചരുവം കണ്ടോ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മുടെ ഈ ബന്ന് ഇറക്കി വെക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ 2 പാത്രത്തിലായിട്ട് ബന്ന് ഇറക്കി വെച്ചു. ഇനി നമ്മൾ ഒരു 40 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 40 മിനിറ്റിന് ശേഷം നമ്മളുടെ ബന്ന് കണ്ടോ നന്നായി വന്നിട്ടുണ്ട്. ബ്രൗൺ ഷെയ്ഡിൽ തന്നെ മുകളിൽ വന്നിട്ടുണ്ട്. പൊങ്ങി ഹൈറ്റും ഉണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഭയങ്കര ഷേപ്പൊന്നും വന്നില്ലെങ്കിൽ കൂടി നമ്മളുടെ ബന്നിൻ്റെ നല്ല ഷേപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഗ്യാസിൽ നിന്ന് എടുത്ത് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ടവൽ ഉപയോഗിച്ച് നമുക്കിതിനെ കവർ ചെയ്തിടണം. അതൊരു 2 മണിക്കൂർ ഇങ്ങനെ കവർ ചെയ്ത് ആ ടവൽ ഒരു നല്ലതായിട്ട് പിഴിഞ്ഞതായിരിക്കണം കേട്ടോ. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മളുടെ ബന്നിനെ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ അടിവശമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടേ ഇല്ല. പിന്നെ നമുക്ക് വീട്ടിലെടുത്തതല്ലേ, എന്തുകൊണ്ടും നല്ലതായിട്ട് തന്നെ വന്നു. പ്രത്യേകിച്ച് ഗോതമ്പ് പൊടിയുടെയും കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ബ്രെഡൊന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ എങ്ങനെ കണ്ടോ, എത്ര പ്രസ് ചെയ്താലും നല്ല ഉയരത്തിൽ അത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് നല്ല മയമുണ്ടെന്നാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ മുറിച്ച് നോക്കുമ്പം നമുക്ക് നല്ല അതായത് ഒരു ചെറിയ വൈറ്റ് നിറമല്ല, ആട്ടപ്പൊടി ആയതുകൊണ്ട് ഒരു ചെറിയൊരു ബ്രൗൺ നിറമാണ് നമുക്കതിനകത്ത് കാണുന്നത്. അപ്പം നമ്മളുടെ ബന്ന് നന്നായിട്ട് മുറിച്ചു, കണ്ടില്ലേ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ബന്ന്. നമുക്കിനി ഇതിനെ ബർഗർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നഗറ്റ്സ് എടുത്തായിരുന്നല്ലോ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കട്ട്ലേറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ നഗറ്റ്സ് ഉപയോഗിച്ച് അതിലൊരു 10 പീസ് ഞാൻ സ്റ്റോർ ചെയ്തായിരുന്നു. ആ സ്റ്റോർ ചെയ്ത 10 പീസ് ഒരു 4ാമത്തെ ദിവസമാണ് എടുക്കുന്നത്. കണ്ടില്ലേ നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്കിനി ജസ്റ്റ് ഇത് ഫ്രൈ ചെയ്തങ്ങ് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ നഗറ്റ്സും ഫ്രൈ ചെയ്ത് വെച്ചായിരുന്നു. ഇനി നമ്മളുടെ ബണ്ണെടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതുപോലെ ബണ്ണിനെ 2 പീസാക്കുക. അതിന് ശേഷം നമ്മുടെ ബണ്ണിൻ്റെ ബേസ് പീസിൽ നമ്മൾ മയോണൈസ് ചേർക്കുക. ഞാനിവിടെ ചില്ലി മയോണൈസും വൈറ്റ് മയോണൈസും എടുത്തു. അങ്ങനെയൊന്നുമില്ല, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ മയോണൈസാണ്. ഞാൻ ഓൾറെഡി മയോണൈസിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം. അതിലേക്ക് നമ്മൾ ക്യാബേജ് ലീഫ്, നമുക്കിവിടെ ലെറ്റ്യൂസ് ലീഫൊക്കെ വേണം, പക്ഷേ അതൊന്നും ഇല്ലാത്തതാണ്. നമുക്കുള്ള വെജിറ്റബിൾ ഉപയോഗിച്ച് നമുക്ക് ബർഗറിനെ സെറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് വൈറ്റ് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട്, ഇതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ക്യാരറ്റും ഒക്കെ ചേർക്കാം. ക്യാരറ്റ് വെക്കാം, ഉള്ള വെജിറ്റബിൾസ് ചേർക്കാം. അതിലേക്ക് നഗറ്റ്സ് വെച്ചു. ഇനി ഒനിയൻ സർക്കിൾ പോർഷനിൽ കട്ട് ചെയ്തത് വെക്കുക. പിന്നെ നമ്മളുടെ തക്കാളി 2 പീസ്, അതും തക്കാളിയും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ മയോണൈസ് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യുക. മയോണൈസ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും നമ്മൾക്ക് ഒരു പീസ് ക്യാബേജ് ലീഫ് കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ടോപ്പ് ബന്ന് വെക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യം നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു അല്ലേ. നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും എല്ലാം വീട്ടിൽ തന്നെ ബർഗർ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ എല്ലാ ബന്നും നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.